ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ അമ്മാ ബഅദ് അൻ അബ്ദുർറഹ്മാൻ ഇബ്നു കഅബ് അൽ-അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു അന്നഹു അഖ്ബറഹു അന്ന അബാഹു കാന യുഹദ്ദിഥു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല إنما نسمة المؤمن طائر يعلق في شجر الجنة حتى يرجع إلى جسده يوم يبعث رواه ابن ماجه رحمه الله في سننه. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു മാജ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ 4271 നമ്പറായിട്ട് നൽകുന്ന വചനമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇത് ഇമാം നസായി തൻ്റെ സുനനിൽ ചെറിയ വ്യത്യാസത്തോടുകൂടെ 2073 നമ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. അർത്ഥം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് മഹാനായിട്ടുള്ള കഅബ് അൽ-അൻസ്വാരി അദ്ദേഹം കഅബ് ഇബ്നു മാലിക് അൽ-അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രനിൽ നിവേദനം ചെയ്യുകയാണ്. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം സത്യവിശ്വാസിയുടെ ആത്മാവ് എന്ന് പറയുന്നത് നസമത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ റൂഹ്, വിശ്വാസിയുടെ ആത്മാവ്, അത് ത്വാഇറുൻ, പക്ഷിയായിരിക്കും എന്നാണ്. യഅ്ലുഖു ഫീ ഷജരിൽ ജന്ന, സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ നിന്ന്, സ്വർഗത്തിലെ വൃക്ഷ സസ്യലതാദികളിൽ നിന്ന് അത് ഭക്ഷിച്ചും മേഞ്ഞും അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുന്ന ഒരു പക്ഷി, അതായിരിക്കും സത്യവിശ്വാസിയുടെ ആത്മാവ് എന്നുള്ളതാണ്. ഹത്താ യർജിഅ ഇലാ ജസദിഹി യൗമ യുബ്അസു, പുനരുദ്ധാന നാളിൽ ആ ആത്മാവ് അതിൻ്റെ ശരീരത്തിലേക്ക് മടങ്ങുന്നത് വരെ ആ അവസ്ഥയിലായിരിക്കും എന്നാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സത്യവിശ്വാസികളുടെ ആത്മാക്കളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രവാചക വചനമാണ് ഇവിടെ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ കിതാബ് മുന്നോട്ട് വെക്കുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക വിശ്വാസം അത് ഏറെയേറെ ആത്മാർത്ഥമായി കൊണ്ട് കലർപ്പില്ലാതെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ആ വിശ്വാസങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെ ഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കുകയും അമലുകൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ ആളുകളുടെ ആത്മാക്കൾ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ചപ്പോൾ ലോകാവസാനം വരുന്നത് വരെ, ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ എന്നുള്ളതാണ്. ഇപ്പോൾ എന്നോ ഈ ദുനിയാവെന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള സത്യവിശ്വാസികളുണ്ടല്ലോ, ആ സത്യവിശ്വാസികളുടെ ആത്മാക്കളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ഹനിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. 2-ാം അധ്യായം 154 പരിശുദ്ധ ഖുർആൻ, വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത് ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ച് അവർ മരണപ്പെട്ടവരാണ്, മയ്യത്തുകളാണ് എന്ന് നിങ്ങൾ പറയരുതേ, പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷേ നിങ്ങൾ അത് അറിയുന്നില്ല എന്നാണ്. ആ സത്യവിശ്വാസികളുടെ ആത്മാക്കളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സൂറ ആല ഇമ്രാൻ 3-ാം അധ്യായം 169 പറയുന്നത് കൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ
കൊല ചെയ്യപ്പെട്ടവർ, വധിക്കപ്പെട്ടവർ അവർ മരണപ്പെട്ടവരാണെന്ന് നീ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവർ ജീവിക്കുന്നു. യുർസഖൂൻ, അവിടെ അവർക്ക് റിസ്ക് നൽകപ്പെടുന്നു. ഇതാണ് ആയത്ത്. ഈ ആയത്തിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മൾ നടേ വായിച്ചിട്ടുള്ള ഹദീസ്. ഇത്തരം ഒരുപാട് ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം 1887 നമ്പറായി നൽകുന്ന വചനത്തിൽ കാണാം, അർവാഹുഹും ഫി ജൗഫി ത്വയ്രിൻ ഖുദരിൻ, പച്ച കളറുള്ള ഒരു പക്ഷിയുടെ അന്തർഭാഗത്തായിരിക്കും അവരുടെ ആത്മാവുകൾ, അവരുടെ റൂഹുകൾ. ലഹാ ഖനാദീലു മുഅല്ലഖതും ബിൽ അർഷി, അള്ളാഹുവിൻ്റെ സിംഹാസനവുമായി ബന്ധിപ്പിക്കപ്പെട്ട ദീപങ്ങളുണ്ടായിരിക്കും. തസ്റഹു മിനൽ ജന്നത്തി ഹൈസു ഷാഅത്ത്, അവ സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുകൂടെ അവർ സഞ്ചരിക്കുന്നു. സുമ്മ തഅ്വി ഇലാ തിൽക്കൽ ഖനാദീൽ, അങ്ങനെ സഞ്ചാരശേഷം അവർ ആ ദീപങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലരും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഒരു സംശയം എന്ന് പറയുന്നത്, ആത്മാക്കൾ, മരണപ്പെട്ടു പോയിട്ടുള്ള സത്യവിശ്വാസികളുടെ ആത്മാക്കൾ, ശുഹദാക്കൾ, ഇവരൊക്കെ ഖിയാമത്ത് നാളിന് മുമ്പായിട്ട് പരസ്പരം തിരിച്ചറിയുമോ? അവർ പരസ്പരം സംസാരിക്കുമോ? അങ്ങനെ സംസാരിക്കുമെന്നും തിരിച്ചറിയുമെന്നുമൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്നു. ഇതിന് അടിസ്ഥാനമുണ്ടോ, തെളിവുണ്ടോ, പ്രമാണമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്നലെകളിൽ ഈ ദുനിയാവെന്ന് വിയോഗം പ്രാപിച്ചു പോയിട്ടുള്ള സത്യവിശ്വാസികൾ, അതുപോലെ രക്തസാക്ഷികൾ, അവർ ഖിയാമത്ത് നാൾ, ഈ ലോകാവസാനം വരുന്നതിന് മുമ്പ് അവരുടെ ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടുകയും അവർ സംസാരിക്കുകയും പരിചയപ്പെടുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരമായി നമുക്ക് പറയാനുള്ളത്, അങ്ങനെയൊരു കാര്യം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലോ സഹിഹായ തിരുസുന്നത്തിലോ വളരെ വ്യക്തമായിട്ടുള്ള നിലയ്ക്ക് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കാര്യം മഹാനായിട്ടുള്ള സമാഹത്തു ഷെയ്ഖ് അബ്ദുല്ലാഹ് ബിൻ ബാസ് റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോടുള്ള ചോദ്യം, ഹലിൽ മയ്യിതു ബഅദ മൗതിഹി യൽതഖി ബി അഹ്ലിഹി വ ഇഖ്വാനിഹി അല്ലദീന മാതു മിൻ ഖബൽ വയഅരിഫുഹും, അതായത് ഒരു മയ്യത്ത് അതിൻ്റെ മരണശേഷം തൻ്റെ ആളുകൾ, കുടുംബക്കാർ, സഹോദരങ്ങൾ, അല്ലദീന മാതു മിൻ ഖബൽ, മുമ്പ് മരണപ്പെട്ടവരായിട്ടുള്ള സഹോദരങ്ങളും അതുപോലെ ബന്ധുക്കളുമൊക്കെ ആയിട്ടുള്ളവരെ, കുടുംബങ്ങൾ ആയിട്ടുള്ളവരെ കണ്ടുമുട്ടുമോ, അവരെ അറിയുമോ? വഹൽ യൽതഖി അഹ്ലുൽ ഖൈർ വയതആറഫൂന ബഅദ മൗതിഹിം, ഈ നന്മയുടെ ആളുകൾ പരസ്പരം അഭിമുഖീകരിക്കുമോ, കണ്ടുമുട്ടുമോ, അവർ പരസ്പരം പരിചയം പുതുക്കുമോ, പരിചയപ്പെടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള നൽകുന്ന മറുപടി അദ്ദേഹം പറയുകയാണ്, അല്ലാഹു അഅലം, അള്ളാഹുവിനാണ് ഏറ്റവും അറിയുക. ലാ അഅലമു ഫീ ഹാദാ നസ്വൻ സാബിതൻ, ഈ വിഷയത്തിൽ ഖണ്ഡിതമായിട്ടുള്ള സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു പ്രമാണമുള്ളതായിട്ട് എനിക്കറിയുകയില്ല. വ ഇന്നമാ ദക്കറ ബഅദു അഹ്ലിൽ ഇൽമി ഹാദൽ മഅനാ കബ്നുൽ ഖയ്യിം ഫീ കിതാബിർ റൂഹി വഗൈരിഹി, എന്നാൽ ചില പണ്ഡിതന്മാർ ഈ ആശയത്തിൽ, ഈ അർത്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ പോലെ അദ്ദേഹത്തിന് കിതാബുർ റൂഹിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വലാക്കിൻ, ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത്, വലാക്കിൻ പക്ഷേ, ഹാദിഹിൽ മസായിലു തഹ്താജു ഇലാ ദലീലിൻ അനിൽ മഅസൂമി അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇസ്ബാത്തിൽ ലിഖാ, അതായത് ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടും എന്നുള്ളതിനെ സംബന്ധിച്ച്
അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയണമെങ്കിൽ മഅസൂമായിട്ടുള്ള പാപസുരക്ഷിതനായിട്ടുള്ള പ്രവാചകൻ്റെ അടുക്കൽ നിന്ന് വ്യക്തമായിട്ടുള്ളൊരു തെളിവ്, ദലീൽ ആവശ്യമാണ്, പ്രമാണം ആവശ്യമാണ്. അത് വന്നിട്ടില്ല. എന്നാൽ ആത്മാക്കളെ സംബന്ധിച്ച് എന്താണ് വന്നിട്ടുള്ളത്? അമ്മ അർവാഹുൽ മുഅ്മിനീന ഫഹിയ ഫിൽ ജന്ന കമാ സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളുടെ ആത്മാക്കളെന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ അന്ന അർവാഹൽ മുഅ്മിനീന ത്വായിറുൻ യഅലുകു ഫീ ഷജറിൽ ജന്ന ഹത്താ ഹത്താ യുറദ്ദഹല്ലാഹു ഹത്താ യറുദ്ദഹല്ലാഹു ഇല അജ്സാദിഹ. സത്യവിശ്വാസികളുടെ ആത്മാക്കൾ തീർച്ചയായും സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ അവിടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പ്രവണത ഹത്താ യറുദ്ദഹല്ലാഹു ഇല അജ്സാദിഹ, ആ ആത്മാക്കൾ അള്ളാഹു അവയുടെ ശരീരങ്ങളിലേക്ക് മടക്കുന്നത് വരെ തുടരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അർവാഹു ഷുഹദാ, രക്തസാക്ഷികളുടെ ആത്മാക്കളെക്കുറിച്ച് പറയുന്നു. തസ്റഹു ഫിൽ ജന്ന, അവ സ്വർഗത്തിലിങ്ങനെ പാറി സഞ്ചരിച്ച് നടക്കും. ഹൈഥു ഷാഅത്ത്, അവ ഉദ്ദേശിക്കുന്നിടത്തേക്കെല്ലാം. സുമ്മ തഅ്വി ഇലാ ഖനാദീൽ, എന്നിട്ട് അവ ദീപങ്ങളിലേക്ക് മടങ്ങും. മുഅല്ലഖത്തുൻ തഹ്തൽ അർഷ്, അർഷിൻ്റെ താഴെ, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ താഴെ ബന്ധിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ദീപങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.